തുടർച്ചയായ തോൽവികളുടെ പശ്ചാത്തലത്തിൽ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിക്കുന്നു. വരുന്ന മുംബൈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സഖ്യം പ്രഖ്യാപിച്ച് ശിവസേന ഉദ്ധവും MNSഉം. മഹാരാഷ്ട്രയുടെ നേതൃത്വം താക്കറെ കുടുംബത്തിനെന്ന് ഉദ്ധവ് താക്കറെ. താക്കറെമാർക്ക് മാത്രമേ മഹാരാഷ്ട്രയെ മുന്നോട്ട് നയിക്കാൻ സാധിക്കൂവെന്നും ഉദ്ധവ്. അതേസമയം രാജ് താക്കറെയെ ഒപ്പം കൂട്ടുന്ന ഉദ്ധവിനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് നമുക്കൊപ്പം. ശ്രീകാന്ത്, എന്തായാലും താക്കറെമാർ ഒന്നിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി താക്കറെ ഗ്യാങ് ആണ്. പറയൂ ശ്രീകാന്ത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണമായി തകർന്നടിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഉദ്ധവ് താക്കറെയും ഒപ്പം രാജ് താക്കറെയും ഒരുമിക്കാൻ തീരുമാനിച്ചത്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ താക്കറെ കുടുംബത്തിൽ മഞ്ഞുരുക്കം ഉണ്ടാകുന്നതും. ഇന്ന് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരുമിച്ച് ഈ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാനാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെയും ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെയും ഇപ്പോഴത്തെ തീരുമാനം. സഖ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് അവർ. ഉദ്ധവ് താക്കറെ പറഞ്ഞത് ഈ താക്കറെ കുടുംബത്തിന് മാത്രമേ മഹാരാഷ്ട്രയെ നയിക്കാൻ കഴിയൂ, മഹാരാഷ്ട്രയുടെ നേതൃത്വം താക്കറെമാരുടെ കൈകളിലാണ് എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും കോൺഗ്രസ് ഈ സഖ്യത്തിനൊപ്പമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ് താക്കറെയെ പോലെ ഒരു കൊടും വർഗീയവാദിക്കൊപ്പം ഒരു കാരണവശാലും മത്സരിക്കാൻ സാധിക്കില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. NCPയെ സംബന്ധിച്ചിടത്തോളം മുംബൈ ബെൽറ്റിൽ അവർക്ക് കാര്യമായ സ്വാധീനമില്ല. 2-3 സീറ്റുകളിലായി അവരുടെ സ്വാധീനം ഒതുങ്ങും. ഇതോടെ മുംബൈയിൽ BJP വേഴ്സസ് NDA വേഴ്സസ് താക്കറെ ഗ്യാങ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അതിൻ്റെ ഫലം എന്താകും എന്നത് സംബന്ധിച്ച്. മുൻപത്തെ പോലെ ശക്തമായ സ്വാധീനം ഈ താക്കറെ ഗ്യാങ്ങിന് മുംബൈ മേഖലയിൽ ഇല്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ശരി ശ്രീകാന്ത്, എന്തായാലും വരുന്ന മുംബൈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശിവസേന ഉദ്ധവും MNSഉം എന്നുള്ളതാണ്. തുടർച്ചയായ തോൽവികളുടെ പശ്ചാത്തലത്തിൽ താക്കറെമാർ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.